الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين ആദരണീയനായ അധ്യക്ഷൻ അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ്, ഈ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച മുജീബ് റഹ്മാൻ സാഹിബ്, ഈ സംഗമത്തിൽ പ്രഭാഷണങ്ങൾ നിർവഹിച്ച VM അബ്ദുസലാം മൗലവി അൽ ഖാസിമി, ഹഫീദ് അഹമ്മദ്, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വിശ്വാസി എങ്ങനെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണല്ലോ വിശ്വാസികളുടെ ആദർശവാക്യം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിയും മനസ്സിലാവണം. ഏതുപോലെ ഒരാൾക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മനസ്സിലാവണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറ. എല്ലാവർക്കും റസൂൽ ഒരു ഉസ്വത്തുൻ ഹസനയായി കൊള്ളണമെന്നില്ല. മൈക്കിൾ എച്ച് ഹാർട്ട് റസൂലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ലോകത്ത് സ്വാധീനം ചെലുത്തിയ 100 ആളുകളിൽ ഒന്നാമനായി മൈക്കിൾ എച്ച് ഹാർട്ട് രേഖപ്പെടുത്തിയത് ആരെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ റസൂൽ ഒരു ഉസ്വത്തുൻ ഹസനയാണ്, പിന്തുടരപ്പെടേണ്ട മാതൃകയാണ് എന്ന് ആർക്ക് തോന്നിയിട്ടില്ല? മൈക്കിൾ എച്ച് ഹാർട്ടിന് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ 40ാമത്തെ ആള് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഉസ്വത്തുൻ ഹസനയാവുന്നത്, ഉത്തമമായ മാതൃകയാവുന്നത്? 3 കാര്യങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ ഉസ്വത്തുൻ ഹസനയാവുകയുള്ളൂ. ഒന്ന്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറ. അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇതിൽ വിശ്വാസമുള്ള ആളുകൾ. വദകറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവർക്കാണ് റസൂൽ ഉസ്വത്തുൻ ഹസനയാവുക. അല്ലാമ ഇബ്നു സിരീൻ ഒരിക്കൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട എല്ലാവരും സ്വർഗത്തിൽ പോകും. ശിഷ്യന്മാരിങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അബൂജഹല് പോകോ, അബൂലഹബ് പോകോ, ഉത്ബത്തും ശൈബത്തും പോകോ? കാരണം അവരൊക്കെ ആരെ കണ്ടിട്ടുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇമാം ഇബ്നു സിരീൻ അതിന് മറുപടി പറഞ്ഞത്, അവര് കണ്ടത് മുഹമ്മദ് ബിൻ അബ്ദുള്ളയാണ്, മുഹമ്മദ് റസൂലുള്ളയല്ല. ആ വ്യത്യാസമുണ്ട്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദും റസൂലുള്ളയായ മുഹമ്മദും. റസൂലുള്ളയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഒരു വിശ്വാസി എങ്ങനെയാണ് അതിനോട് സമീപനം സ്വീകരിക്കേണ്ടത്. 4 തലങ്ങൾ അതിനുണ്ട്. ഒന്നാമത്തെ തലം ഇത്തിബാഴാണ്, പിന്തുടരലാണ്. രണ്ടാമത്തെ തലം ഇത്താഴത്താണ്, അനുസരിക്കലാണ്. മൂന്നാമത്തെ തലം ഇക്റാമാണ്, നബി ആദരിക്കലാണ്. നാലാമത്തെ തലം മഹബ്ബത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണ്, ഇഷ്ടപ്പെടലാണ്. ഇത് 4ഉം തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇത് 4ഉം തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒന്നും മിസ്സാകാനും പാടില്ല. ഇത് 4ഉം ചേർത്തിട്ടുള്ള സമീപനമാണ് അത്തിഉല്ലാഹ വർ റസൂൽ.
അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ അംഗീകരിക്കാം. എങ്ങനെയാണ് ഇത്തിബാഴ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മളെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. ആ ഖുർആൻ എത്തിയൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നമുക്ക് എത്തിയത്. അപ്പൊ റസൂലിന്റെ ജീവിതം എത്തിയ വഴിയെ നിഷേധിച്ചാൽ അതിന്റെ അർത്ഥം ഖുർആനിനെയും നമ്മൾ നിഷേധിച്ചു എന്നാണ്. ഖുർആന് കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ ഹദീസ് ശരിയല്ല, അല്ലെങ്കിൽ സുന്നത്തിൽ അവിശ്വാസമുണ്ട്, അവ്യക്തത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആൻ എത്തിയ വഴിയിലും അവ്യക്തതയുണ്ട് എന്നാണ്. ഖുർആൻ എത്തിയ വഴിയിൽ അവ്യക്തത ഉണ്ടെന്നാണ്. നമ്മളെ കയ്യിലുള്ള ഖുർആൻ ഒന്നാമത്തെ സൂറത്ത് ആദ്യം ഇറങ്ങിയത് ഫാത്തിഹയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഖുർആൻ അനുസരിച്ച് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ സൂറത്തുൽ അലക്കാണ് നിങ്ങൾക്ക് ആരാണ് പഠിപ്പിച്ചത്? സുന്നത്ത് റസൂലുള്ളയാണ്, സീറത്തു റസൂലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടിട്ട് നമുക്കൊരു ഖുർആനെ പിന്തുടരാൻ കഴിയില്ല. ഇത്തിബാ റസൂൽ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനിനെയും പിൻപറ്റലാണ്. പരിശുദ്ധ ഖുർആനിനെയും പിൻപറ്റലാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പിൻപറ്റുക? കാരണം സഹാബികളുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഏറ്റവും കൂടുതൽ പിൻപറ്റിയിരുന്ന ഒരു സഹാബി, എല്ലാ സഹാബികളും പിൻപറ്റിയിരുന്നു, പക്ഷെ അതിൽ ജാഗ്രത ഉള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഇരുന്നാലും അദ്ദേഹം അവിടെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ച സ്ഥലത്ത് അദ്ദേഹം വിശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മക്കയിലേക്ക് നടത്തുന്ന യാത്രയിൽ ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് അത് കൊമ്പ് തലയിൽ തട്ടാതിരിക്കാൻ താഴ്ന്നാണ് റസൂൽ യാത്ര ചെയ്തത്. ആ സ്ഥലത്തെത്തി, മരമൊക്കെ മുറിച്ചിട്ട് കുറെ കാലായി. പക്ഷെ ആ സ്ഥലത്തെത്തിയപ്പോ തല താഴ്ത്തിയാണ് ആര് നടന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കാരണം അത്ര സൂക്ഷ്മതയിലാണ് സുന്നത്ത് നമ്മിലേക്ക് എത്തിയത്. അപ്പൊ ആ സുന്നത്തിനെ പിന്തുടരുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാണ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലേക്ക് സദ്യക്ക് ക്ഷണിച്ചു. വലിയ VIP കളുടെ സദസ്സാണ്. ആ സദസ്സില് താഴെ വറ്റുപോയപ്പോ ആര് പെറുക്കി പറ്റിച്ചു? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പെറുക്കിയിട്ട് പറ്റിക്കാൻ തുടങ്ങി. അപ്പൊ അടുത്തുള്ള ആള് പറഞ്ഞത് VIP കളുടെ സദസ്സാണ്, ഇവിടെ ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, അഅതുർകു സുന്നത്ത ഹബീബി ലിഹാദിഹി സുഫഹാ. ഈ വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് എന്റെ ഹബീബിന്റെ സുന്നത്ത് ഒഴിവാക്കുന്നത്? അഅതുർകു സുന്നത്ത ഹബീബി ലിഹാദിഹി സുഫഹാ. അപ്പൊ ഈ സുന്നത്തിനെ പിന്തുടരുന്നതിൽ ഇത്ര ജാഗ്രത ഉള്ള സഹാബികൾ ക്രോഡീകരിച്ച അവര് പറഞ്ഞ ചര്യയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ളത്. അത് നെല്ലും പതിനും വേർതിരിക്കാനുള്ള മെക്കാനിസം ലോകത്തുണ്ട്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. ഒരു വിശ്വാസി രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹി നുശൂർ. ഇന്ന് നേരെ ചെന്ന് വാഷ് ബേസിൽ ചെന്ന് മുൻകൈ രണ്ടും കഴുകണം, സുന്നത്താണ്. ടോയ്ലറ്റിലേക്ക് പോകുമ്പോ ഇടതുകാല് വെക്കണം. അതുപോലെ തന്നെ നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് വുളു എടുത്ത് തിരിച്ചു വന്ന ദന്ത ശുചീകരണം നടത്തണം. പള്ളിയിലേക്ക് പോകുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതുപോലെ ഇടതുകാല് വെക്കണം, നേരെ തിരിച്ച്. വലതുകാല് തിരിച്ചു വെക്കേണ്ടത് ടോയ്ലറ്റിൽ പോകുമ്പോ മാത്രമാണ് ഇടതുകാല് വെക്കേണ്ടത്. ബാക്കിയുള്ള എല്ലായിടത്തേക്കും കയറുമ്പോ വലതുകാല് തന്നെ, വലതുകാല്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ജീവിതത്തിന്റെ ആരംഭം മുതൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ജീവിതത്തിൽ തിരിച്ച് ബെഡിലേക്ക് വരുന്നത് വരെ എത്രമാത്രം സുന്നത്താണ് നമ്മൾ പിന്തുടരേണ്ടത്. ജീവിതത്തിൽ ജോൺ അദയർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലീഡർഷിപ്പ് ട്രെയിനിങ് വിദഗ്ധൻ അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതേ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, നബിയുടെ നേതൃഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയത് നേതാക്കൾ അനുയായികൾ നേതാക്കളെ സ്നേഹിക്കും. അതൊരു അത്ഭുതമുള്ള കാര്യമല്ല. നേതാക്കൾ അനുയായികളെ സ്നേഹിക്കും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാമത്തെ കാര്യം, ആ നേതാവ് അനുയായികളെ സ്നേഹിച്ചു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ സ്നേഹിച്ചതുപോലെ ഒരു നേതാവും അനുയായികളെ സ്നേഹിച്ചിട്ടില്ല. രണ്ടാമത്തെ അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ജീവിതത്തിന്റെ എല്ലാ സൂക്ഷ്മമായ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും
ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നു എന്നതാണ്. ലോകത്ത് ഒരു മനുഷ്യനെയും ഒരു വ്യക്തിയെയും നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. ലോകത്ത് എത്ര ദാർശനികരുണ്ട്. ലോകത്തെ കിടിലം കൊള്ളിച്ച യുദ്ധ നിപുണരായ അലക്സാണ്ടറിനെ പോലെ, നെപ്പോളിയെ പോലെ വലിയ വലിയ ചക്രവർത്തിമാരുണ്ട്. ലോകത്തെ പിടിച്ചു കുലുക്കിയ നേതാക്കന്മാരുണ്ട്. പക്ഷെ അവർ ടോയ്ലറ്റിൽ പോയപ്പോ ഏത് കാല് വെച്ചിരുന്നുവെന്ന് ലോകത്തിന് അറിയില്ല. അതറിയേണ്ട ആവശ്യം ലോകത്തിനില്ല. അപ്പൊ ലോകത്ത് ആ ജീവിതത്തെ അത്രമേൽ സൂക്ഷ്മമായി പിന്തുടരുന്ന ആളുകൾ കോടിക്കണക്കിന് മനുഷ്യരാണ്. കോടിക്കണക്കിന് മനുഷ്യരാണ്. ആ ജീവിതത്തിന്റെ നേരത്തെ അവിടെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇന്നും അതിന്റെ ഉദാഹരണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വറഫഅന ലക ദിക്റക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുധാവനം ചെയ്യപ്പെടാത്ത, നബിയുടെ പേര് പറയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനുസ്മരിക്കാത്ത ഒരു നിമിഷം പോലും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ഒന്നെങ്കിൽ വിമർശിക്കുന്ന ആളുകൾ, ഇല്ലെങ്കിൽ അനുകൂലിക്കുന്ന ആളുകൾ, ഇല്ലെങ്കിൽ പിന്തുടരുന്ന ആൾ. ഏതെങ്കിലും അർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാത്തൊരു നിമിഷം ലോകത്തില്ല. നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. മുഹമ്മദ് എന്ന പേരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേര്. ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ജീവിതചര്യ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാണ്. അവിടുത്തെ ചര്യയുടെ സ്വാധീനങ്ങൾ ലോകത്ത് പല ആളുകളുണ്ട്. സ്റ്റീവൻ യൂസുഫ് ഇസ്ലാം ആയത്, മുഹമ്മദ് അസദ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിന്റെ ഉദയം, ഇങ്ങനെ തുടങ്ങി ഓരോ ആളുകളുടെയും ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവിടുത്തെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രവാചക തിരുമാനി അക്ഷരാർത്ഥത്തിൽ ഇത്തിബാഴ് ചെയ്യാം. ഇത്തിബാഴ് ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നിൽ ആരുണ്ടാവണം? ഇമാം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മളൊരു കല്യാണം നടത്തുമ്പോ എല്ലാ സമയത്തും നമ്മൾ തന്നെയാണ് മുന്നില്. നിക്കാഹിന്റെ സമയത്ത് മാത്രം നബി മുന്നിക്ക് വരും. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും നബി ബാക്കിലാണ്. അങ്ങനെയാണ് നമ്മളെ കല്യാണങ്ങൾ. കല്യാണം മാത്രമല്ല, സുന്നത്ത് കല്യാണം വരെ അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ യഥാർത്ഥ പുയ്യാപ്പിള വരുന്നത് എങ്ങനെയാണ്? പുയ്യണ്ണ ഇറങ്ങണത് ഇതൊക്കെ കാരണം നിക്കാഹ് ഒരു ഇബാദത്താണ്. നിക്കാഹ് ഒരു ഇബാദത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ കൂട്ടാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും പോയി തിരക്കിന്റെ അടിയിൽ എന്തിനാ 3 നിസ്കരിക്കണേ? 1 നിസ്കരിച്ച് വരാൻ പറ്റില്ലല്ലോ. കാരണം എന്താണ്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിക്കണം. നിക്കാഹ് നമുക്ക് എങ്ങനെ കടത്തണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതില് സദ്യയും ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിലപാടുകളിലും മുഹമ്മദ് മുസ്തഫ മുന്നിലാണ്. അപ്പോഴേ ഇത്തിബാ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താ ചെയ്യും? നമുക്ക് ആവശ്യമുള്ള സമയത്ത് നബിയെ മുന്നിലാക്കും, ബാക്കിയുള്ളിടത്ത് പിന്നിലാക്കും. ഇതിന് ഇത്തിബാ എന്ന് പറയില്ല. ജീവിതത്തിന് എല്ലാ സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിന്തുടരുക. അവിടുത്തെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ അത് നിർദ്ദേശങ്ങൾ നമ്മളെ താല്പര്യത്തിനെതിരായാലും, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എന്നെ കഴിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെയാണ് റസൂലേ എന്ന് മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് സത്യസന്ധമായ ഒരു വർത്താനാണ്. നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ച് നമ്മളൊക്കെ സ്നേഹിക്കണത് നമ്മൾ തന്നെ. ആ പരിപാടി എന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്നെയാണ് സ്നേഹിക്കണത്, പിന്നെ നിങ്ങളെ. അപ്പോ റസൂല് ഉമർ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് ഇങ്ങനെ ഒരു അറ്റ തള്ളാണ്. ആ തള്ളു കൊടുത്തിട്ടാണ് പിന്നെ പറയണത് പോരാ എന്ന് പറയണത്. അപ്പൊ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ആചാനബാഹുവായ ഉമർ റളിയല്ലാഹു അൻഹു ആട്ടി വലഞ്ഞു ആ തള്ളില്. അത് എന്താണ് ആ പ്രശ്നം? അപ്പോഴാണ് ലോകത്തെല്ലാവരെക്കാളും അങ്ങാണ് എനിക്ക് പ്രിയങ്കരൻ, അപ്പോഴാണ് നീ കറക്റ്റ് ആയത് ഉമറേ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം റസൂലിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. നമുക്ക് അങ്ങനെ ഉണ്ടോ നമ്മളെ ജീവിതത്തിന്റെ വ്യക്തി ജീവിതത്തിൽ കുറെ ആളുകൾക്ക് ഉണ്ടാവും. കാരണം ദിക്റും തലാത്തും തസ്ബീഹും ഒന്നും ചെല്ലാത്ത അടങ്ങേറില്ലാത്ത കേസാണ്. കല്യാണം നടത്തുമ്പോ, വീട് കൂടുമ്പോ, വീട് നിർമ്മിക്കുമ്പോ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ, സാമ്പത്തിക ഇടപാട് നടത്തുമ്പോ, കച്ചവടം നടത്തുമ്പോ, കച്ചവടക്കാരനും ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു ഏർപ്പാടാണ് കച്ചവടം. കാരണം സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കപ്പെട്ട 10 ആളിൽ 6 കച്ചവടക്കാരാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കച്ചവടക്കാരനാണ്. കച്ചവടത്തിൽ പൂത്തിവെപ്പ് നടത്തുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അമിത ലാഭം ഈടാക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ഒരു സാധനത്തിനൊരു വില പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം വേറെ ഒരാൾ വന്നിട്ട് പറയാൻ, ആ സാധനം ഞാൻ
10 രൂപ അധികം തരാന്ന് പറഞ്ഞാൽ അയാൾക്ക് സാധനം മറിച്ചു വിൽക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സാധനത്തിന് ഇല്ലാത്ത ഗുണമുണ്ടെന്ന് പറഞ്ഞ് സാധനം വിൽക്കുന്ന ആൾ എന്നിൽപ്പെട്ടവനല്ല. ഇതൊക്കെ കച്ചവടത്തിൽ സംഭവിക്കണ കാര്യമാണ്. ആ കച്ചവടം സംഭവിക്കണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുടെ പള്ളിയിൽ റസൂൽ ഇമാമ് നിന്നാ മതി, ബാക്കിയുള്ള കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. യൂറോപ്പിൽ അങ്ങനെയാണ് മതം പ്രചരിച്ചത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മിച്ചതിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ നിർമ്മിച്ചത് ഏതാണ്? മാർക്കറ്റാണ്. സൂഖ് മദീനത്തിൽ ഖദീം എന്ന് പറഞ്ഞ പേരിൽ ഇപ്പോഴും ആ മാർക്കറ്റിന്റെ സ്ഥലം സൗദി അറേബ്യ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ആര് നിർമ്മിച്ചതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചതാണ്. നിർമ്മിക്കാനുള്ള സ്ഥാനം നിർണയിച്ചു കൊടുത്തത് ആരാണ്? റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പള്ളിക്കും കുറ്റിയടിച്ചത് ആരാണ്? ജിബ്രീൽ. പള്ളിക്ക് കുറ്റിയെടുക്കണ ജിബ്രീൽ നമുക്ക് വേഗം മനസ്സിലാവും. മാർക്കറ്റിൽ ജിബ്രീൽ എന്താ സ്ഥാനം എന്നാണ് നമ്മൾ ചോദിക്കണേ. മാർക്കറ്റ് ഞങ്ങളെ കാര്യമാണ്. ആ മാർക്കറ്റിലേക്ക് അസർ നമസ്കരിച്ച നബി തിരുമേനി ഇറങ്ങും. എന്നിട്ട് സാധനമൊക്കെ ഇങ്ങനെ പരിശോധിക്കും. ആ പരിശോധിക്കുന്ന ഇടയിലാണ് നബി ഇങ്ങനെ ഒരു ചാക്കിൽ ഇങ്ങനെ കൈയിട്ട് നോക്കുമ്പോ അടിയിൽ എന്ത് ചെയ്തു? നനഞ്ഞ ഗോതമ്പ്, മുകളിൽ ഉണങ്ങിയ ഗോതമ്പ്. ഈ ഏർപ്പാട് ഇവിടെ പറ്റൂല. ആ സഹാബി നബിനോട് പറഞ്ഞില്ല, നിങ്ങളെ ഇത്തിബാഴ് ചെയ്യാനുള്ള കരാറ് പള്ളിയിലാണ്. ഇവിടെ ഞാൻ ഹോൾസെയിലിന് പർച്ചേസ് ചെയ്യുന്ന ഞാനാണ്, ഇതിന് വാടക കൊടുക്കണ ഞാനാണ്. ഈ സാധനത്തിന് എങ്ങനെ വിൽക്കണം എങ്ങനെ വിൽക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ്. ലോകത്ത് ഒരു സഹാബിയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ പറയില്ല. കാരണം എന്താണ്? ഇത്തിബാഴിന്റെ തലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളുമാണ്. ഏതെങ്കിലും ഭാഗത്ത് നബി മാത്രം മുന്നിൽ വന്നത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണല്ലോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, നിങ്ങൾ റസൂലുള്ളാഹിനെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തു. നിങ്ങളുടെ കുട്ടി വഴികേടിലാതാക്കാൻ ഏറ്റവും നല്ലതാണ്. മകൻ വഴി തെറ്റിപ്പോകാതിരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. മോൻ വറ്റ് കളയുന്ന സമയത്ത് വറ്റ് കളഞ്ഞ മോനെ തല്ലാം, ശകാരിക്കാം, ഇതൊക്കെ ചെയ്യും രക്ഷിതാക്കള്. പക്ഷെ ആ മോനോട് പറയാ, വറ്റ് കളയുന്നത് ആർക്കിഷ്ടല്ല? നബിക്ക് ഇഷ്ടമല്ല എന്ന് പറയാ. അത് ഹുബ്ബു റസൂലിന്റെ പാടാണ്. ആ പാഠം പഠിച്ച കുട്ടി വഴികേടിലാവൂല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എല്ലാ കാര്യത്തിലും, ഞാനൊരു വറ്റിന്റെ കാര്യം മാത്രമല്ല പറയണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഏതാണ്? നബി പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുതെന്ന് പറഞ്ഞതും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വിശ്വാസി പിൻപറ്റേണ്ടത്? ആ വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിൽക്കുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഒന്നാമത്തെ തലം അതാണ്. ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ഇടയ്ക്ക് എഴുന്നേറ്റ് വെക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് മുതൽ രാത്രി തിരിഞ്ഞു വലതുവശത്തേക്ക് തിരിഞ്ഞു കടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെയുള്ള ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആര് മുന്നിൽ നിൽക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോഴേ ഞങ്ങൾ നബിനോട് മുഹബ്ബത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമുള്ളൂ, സത്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്താഅത്ത് ചെയ്യാം. ഇത്താഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടമില്ലാത്തതിൽ അനുസരിക്കലാണ്. ഇഷ്ടമുള്ളതിൽ അനുസരിക്കണേന് എന്താ പറയാ? ഹവ എന്നാണ് പറയാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും താല്പര്യമുള്ളതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അംഗീകരിക്കാൻ പ്രത്യേകിച്ച് റിസ്ക് ഇല്ലല്ലോ. ഇഷ്ടമില്ലാത്ത അംഗീകരിക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു മധ്യസ്ഥം വന്നിട്ട് പറയാണ്, നിങ്ങളെ കാര്യത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊരു അനിഷ്ടം ഉണ്ടാവാൻ പാടില്ല, മനസ്സിൽ വെറുപ്പുണ്ടാവാൻ പാടില്ല. ഇതാണ് ഈ താഴത്ത്. വാപ്പ മരിച്ചു, സ്വത്ത് ഓരി വെക്കാൻ, സ്വത്ത് ഓഹരി വെക്കണ സമയത്ത് തർക്കായി, പ്രശ്നമായി. കാരണം വാപ്പ മരിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓഹരി വെക്കുമ്പോ ആ സമയത്ത് മധ്യസ്ഥം വന്നിട്ട് പറയാൻ, കാരണം നമുക്ക് വേറുള്ള നിസ്കാരത്തിന്റെ റക്അത്ത് എത്രയെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. സ്വത്തിന്റെ ഓഹരി ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹും റസൂലും പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തേ ഇപ്പൊ റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് തോന്നാൻ പാടില്ല എന്ന് മാത്രല്ല, മനസ്സിലൊരു വിഷമം പോലും പാടില്ല. ഇതിനാണ് ഈ താഴത്ത് എന്ന് പറയാ. അത്തിയുല്ലാഹ വർ റസൂൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ എതിർപ്പ്, ഒബ്ജക്ഷൻ വകുപ്പില്ല. മനസ്സിൽ വിഷമം പോലും, ഒബ്ജക്ഷൻ പിന്നല്ലേ,
എതിർപ്പ് പിന്നല്ലേ, മനസ്സിലൊരു വിഷമവും പോലും പാടില്ല എന്നാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തൊരു മനുഷ്യൻ വന്ന് നിൽക്കണം. നബി തിരുമേനി എനിക്കൊരു വിധി തന്നു, ആ വിധി എനിക്ക് തൃപ്തനായിട്ടില്ല. രണ്ടാൾ പ്രശ്നം ഉണ്ടാകുമ്പോ ഒരാൾ വിധിച്ച ഒരാളടുത്തല്ലേ നീതി ഉണ്ടാവുള്ളൂ. അപ്പൊ മനുഷ്യൻ തൃപ്തിയായില്ല. ആ തൃപ്തിയാവാത്ത മനുഷ്യൻ വന്ന് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിച്ചിട്ടൊരു കാര്യത്തിൽ തൃപ്തിയില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും തരാൻ പറ്റില്ല. ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോവാൻ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അടുത്തൊരു സാധനം ഉണ്ട്. ആ സാധനം എന്താണ്? വാള് മാത്രാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ട് അതിൽ തൃപ്തനാവാത്ത ആൾക്ക് പിന്നെ എന്റെ അടുത്തുള്ള ഹുക്കം ഏതാണ്? വാള് മാത്രാണ്. അതുകൊണ്ട് ഇത്താഅത്തിന്റെ തലം എന്ന് പറയുന്നത് അത്തിഉല്ലാഹ വർ റസൂൽ. നിങ്ങൾ ജുമാ നടത്തിക്കൊണ്ടിരിക്കുക, നബി തിരുമേനി ഖുതുബ നടക്കാണ്. ഖുതുബ നടത്തുമ്പോ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പൊ ഒരു സഹാബി പള്ളിയിലേക്ക് ഓടി വരുന്നുണ്ട്. ആ സഹാബി വിചാരിച്ചു എന്നോട് അവിടെ ഇരിക്കാനാണ് നബി പറയുന്നത്. നബി അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല, നബി ആംഗ്യം കാണിച്ചതാണ്. ജുമാ കഴിഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് എന്തേ വെയിലത്തിരുന്നത് എന്ന് ചോദിച്ചപ്പോ, നബിയെ നിങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോ എനിക്ക് തോന്നിപ്പോയി അവിടെ ഇരിക്കാനാണ് പറയുന്നത് എന്ന്. പിന്നെ അത് മുൻകടന്ന് വരാൻ എനിക്ക് കഴിയില്ല. ഇതാണ് ഈ താഴത്തിന്റെ തല്ലെന്ന് പറയുന്നത്. അപ്പൊ ഈ താഴത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടല്യാത്തിൽ അനുസരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത്തിഉല്ലാഹ വർ റസൂൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികമായി നമ്മൾ അനുസരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് അത് അംഗീകരിക്കാൻ അപ്പടി ബാധ്യസ്ഥനാണ്. കച്ചവടത്തിൽ അങ്ങനെ ചെയ്താൽ ലാഭം കുറയുന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കല്യാണം നടത്തുമ്പോൾ നമ്മൾ നടത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? മൈലാഞ്ചി കല്യാണം, പിന്നെ ഒരു എന്തൊക്കെ കല്യാണം ഇവിടെ എനിക്കറിയില്ല, മഞ്ഞ കല്യാണം, പല കല്യാണം എല്ലാ നാട്ടിലും ഉണ്ട്. ഇതൊക്കെ കല്യാണത്തിൽ വേറെ കൊണ്ടുവരാൻ പറ്റില്ല. സുബഹിക്ക് 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റാത്തതുപോലെ നിങ്ങൾ വേറൊരു പരിപാടിയൊക്കെ ഉണ്ടായിക്കോളി. അപ്പൊ ഈ ഇബാദത്ത് ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ വീട്ടിലെ ഏത് പരിപാടി ആലോചിക്കുമ്പോഴും എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ ഇടപെടുമ്പോഴും ഇതാഅത്തുർ റസൂൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നബി തിരുമേനി എന്താണ് പരിശോധിച്ചത്? അതിന്റെ ഭാഗമാണ് തഅല്ലം റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ പഠിക്കുക, റസൂലിനെ അറിയാൻ എല്ലാവർക്കും നിർബന്ധമാണ്. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയാൻ മനസ്സിലാക്കുക. അവിടുത്തെ ജീവിതചര്യയുടെ ആഴം എന്താണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നബി തിരുമേനി നിർദ്ദേശങ്ങൾ നൽകിയെന്ന് അറിയൽ എല്ലാ മുസ്ലിമിനും ബാധ്യതയുള്ള കാര്യമാണ്. സീറത്ത് പഠിപ്പിക്കണം. ഞാൻ പഠിച്ചാൽ പോരാ, എന്റെ കുട്ടികളെ പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിച്ചാൽ അദ്ദിബുഹുമുൽ ഖുർആൻ. മകൻ അന്നം കൊടുക്കുന്നത് പോലെ മകന് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഏത് ദീൻ എന്ന് പറഞ്ഞാൽ അന്നം കൊടുക്കലും മക്കൾക്ക് കൊടുക്കൽ നിർബന്ധമല്ലേ? അന്നം കൊടുക്കുന്ന പോലെ നിർബന്ധമാണ് ദീന്. ആ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും. പിന്നെ മറ്റൊന്ന് ഇക്റാമാണ്. ഇക്റാമിന്റെ തലമതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഭാഗം മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ. എന്റെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവന്റെ മേൽ 10 അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 10 അനുഗ്രഹങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞു. പണ്ഡിതന്മാര് പറയണത് ഒരു മനുഷ്യന് റിയാഇന് വേണ്ടി ചൊല്ലിയാലും പുണ്യമുള്ള ഏക കാര്യം ഏതേ ഉള്ളൂ? സ്വലാത്ത് മാത്രമാണ്. ഒരാൾ കാണാൻ വേണ്ടി ചെയ്താൽ എല്ലാ ഇബാദത്തും ബാത്തിലാവും, സ്വലാത്ത് ഒഴികെ എന്നാണ് പൂർവികരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. സ്വലാത്ത് നിങ്ങൾ ഒരാൾ കാണാൻ വേണ്ടി ചൊല്ലിയാലും കുഴപ്പമില്ല. 10 സ്വലാത്ത് മിനിമം ഒരു ദിവസം രാവിലെ വൈകുന്നേരം 10 സ്വലാത്തും ചെല്ലാത്ത ഒരു സലഫു സാലിഹീങ്ങളും ഇല്ല. മിനിമം ഞാൻ പറയണം. അപ്പൊ സ്വലാത്ത് എന്ന് പറയുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിന്റെ ലക്ഷണമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനത്തിന്റെ ലക്ഷണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാർ, ഒന്നാമത്തേതാണ്. രണ്ടാമത്തെ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക, അത് ലംഘിക്കാനുള്ള ന്യായം കണ്ടെത്താതിരിക്കുക, അതിനെ വളഞ്ഞ വഴിയിലൂടെ സമീപിക്കാതിരിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇക്റാമിന്റെ ലക്ഷണം. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചാടിക്കിടക്കരുത്, മുൻകിടക്കരുത്. അപ്പൊ ഈ 3 ഭാഗങ്ങളും ഇത്തിബാഇന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിർത്തി നമ്മൾ പിന്നിൽ നിൽക്കുക. താല്പര്യമുള്ളതാണെങ്കിലും ശരി, താല്പര്യമില്ലാത്തതാണെങ്കിലും ശരി. എനിക്ക് വെറുപ്പുള്ള കാര്യം, എനിക്കത് ഒരു അനിഷ്ടമുള്ള കാര്യമാണെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്ത് ചെയ്യണം? സക്കാത്ത് അധ്വാനിച്ച സമ്പാദനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കൊടുക്കണം. ജുമാക്ക് ബാങ്ക് കൊടുക്കുമ്പോ കച്ചവടം നിർത്തണം. ആ ഇഷ്ടമല്ലെങ്കിൽ നിർത്തണം. അപ്പോഴേക്കാരും ആളുകൾ ഇങ്ങനെ തിക്കി തിരക്കി വരുമ്പോ ഷട്ട് ഡൗൺ ചെയ്യണം, ജുമാക്ക് വരണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സന്ദർഭങ്ങളും, ചില പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സമയത്തായിരിക്കും ആ നിർദ്ദേശം ഉണ്ടാവുക. പക്ഷെ നമ്മൾ പാലിക്കാതിരിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക, നമ്മുടെ ഇടപാടുകൾ അതിനനുസൃതമാണോ എന്നത്. അനുസൃതമാകുന്നതിന്റെ ഭാഗമാണ് മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമാണ്. ലോകത്തെല്ലാ മനുഷ്യരും, നിങ്ങൾ കരൺ ആംസ്ട്രോങ്ങിന്റെ ബയോഗ്രഫി ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലോകത്തെല്ലാ കാലത്തും ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിനെ വിമർശിക്കുന്നത് വളരെ കുറവായിരിക്കും. നമ്മുടെ നാട്ടിൽ കുറച്ച് സംഘി നവനാസ്തികരൊക്കെ വെച്ച് നിർത്തിയാൽ ലോകത്ത് റെപ്യൂട്ടഡായ യുക്തിവാദികളുണ്ട്. യുക്തിവാദികൾ പ്രൊഫൈലുള്ള ആള്, അവരാരെ വിമർശിക്കൂല. വിമർശിക്കൽ ആരായിരിക്കും? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിമർശിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിമർശിക്കുക. കാരണം ലോകത്ത് യുക്തിവാദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ആരുണ്ട്? അള്ളണ്ട്. ആരില്ലാത്തതുള്ളൂ? മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ലാത്തുള്ളൂ. അപ്പൊ ആരെ വിമർശിക്കും? ഇസ്ലാമിനെ വിമർശിക്കുന്നത് ആരെ പേരിലായിരിക്കും? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 രീതിയിലാണ് യൂറോപ്പ് വിമർശിച്ചത് എന്ന് ഈ ഇസ്ലാമോഫോബിയയുടെ ചരിത്രം പഠിച്ച ആളുകൾ, ഓറിയന്റലിസത്തെ കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞത് 4 കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? നബി അപരിഷ്കൃതനാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അമിത ലൈംഗികത ഉള്ള ആളാണ്, ബഹുഭാര്യത്വം, ഈ കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്താണ്? നബി ഏറ്റവും ആക്രമണോത്സുകനായ ആള്, യുദ്ധങ്ങളൊക്കെ നടത്തി. അഞ്ചാമത്തെ കാര്യം, ഇനിയിപ്പോ നന്നാക്കാൻ തീരുമാനിച്ചാലും പ്രീ മോഡേൺ ആയിട്ടേ നിൽക്കുള്ളൂ, ഇങ്ങോട്ട് വരില്ല, മോഡേൺ ആവൂല. അത് ആരെ കുഴപ്പ? നബിന്റെയും ഇസ്ലാമിന്റെയും കുഴപ്പ. ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹിനെ ലോകം വിമർശിച്ചത്, ഇസ്ലാമിനെ വിമർശിച്ചത്, മുസ്ലിങ്ങളെ വിമർശിച്ചത്. ഇതാണ് ഇസ്ലാമോഫോബിക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലോകത്ത് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തുന്ന ജീവിതം ആരുടേതാണ്? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ജീവിതം. മലയാളത്തിൽ തന്നെ എത്ര അധികം പുസ്തകങ്ങൾ വേറെ ഒരു വ്യക്തിയുടെ ജീവിത ചരിത്രം ഇല്ലല്ലോ. എത്രയധികം ജീവചരിത്രങ്ങളാണ് അറബി മലയാളത്തിൽ. പിന്നെ നമ്മള് കവിതകളായി അന്ത ഉമ്മുൻ നമ്മബുൻ മാ റഅയ്നാ ഫീഹിബ മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ നബി, കവിതകളായി പാട്ടുകളായി ഒക്കെ ഇത്രയേറെ ആളുകളെ പരിചയപ്പെടുത്തിയ വേറൊരു വ്യക്തിത്വം ലോകത്ത് ഒരു ഭാഷയിലും ഇല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റെപ്രസെന്റ് ചെയ്യലും അതിനെ പ്രചരിപ്പിക്കലും ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഇസ്ലാം ഫോബിക്കായ, ഇസ്ലാം വിരുദ്ധമായ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധമാണ്. ഈ പ്രതിരോധം തീർക്കാൻ മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവന് തുല്യം സ്നേഹിച്ച സഹാബികളുണ്ട്. ഉഹദിന്റെ രണാങ്കളത്തിൽ നബി തിരുമേനി ബോധം കെട്ട് കിടക്കണ സമയത്ത് നബി തിരുമേനി പറയാം, ഞാൻ എഴുന്നേറ്റ് നോക്കണ സമയത്ത് ഒരു സ്ത്രീ ഉണ്ട് എന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കാൻ. ഞാൻ ഇടത്ത് തിരിഞ്ഞാലും വലത്ത് തിരിഞ്ഞാലും ആരെ കാണുള്ളൂ? ഉമ്മു അമ്മാറ എന്ന് പറയുന്ന സ്ത്രീ. അവരാണ് ഇങ്ങനെ വാള് പിടിച്ചിട്ട് നബിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. 12 വെട്ട് അവരുടെ ശരീരത്തിലേറ്റിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ടാണ് ഉമ്മു അമ്മാറിനെ എവിടെ കണ്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കും, ആദരിക്കും, ബഹുമാനിക്കും. തന്റെ ജീവൻ രക്ഷിച്ച ആളാണെന്ന് നാലാളുടെ ഇടയിൽ പറയും ഉമ്മു അമ്മാർ റളിയല്ലാഹു. അതുപോലെ നേരത്തെ പറഞ്ഞൊരു സഹോദരി ഉണ്ട്, പേര് ചരിത്രത്തിലെ ഇംറഅത്തും മിനൽ അൻസാർ എന്നാണ് ഹദീസിലൊക്കെ കാണുന്നത്. അവർ പറഞ്ഞില്ലേ, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ, നിങ്ങൾ ഇവിടെ ബാക്കിയായി എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ മരിച്ചാലും ശരി, ഉമ്മ മരിച്ചാലും ശരി, സഹോദരൻ മരിച്ചാലും ശരി, ജലലുൻ നിസ്സാരമാണ്, അങ്ങയേക്കാൾ വലുത് ലോകത്ത് എനിക്ക് വേറില്ല.
അബൂബക്കറിനെ ഇമാമ് നിൽക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയൂ ബിലാലെ എന്ന് ഇമാം നിൽക്കാൻ കഴിയാത്ത റസൂൽ ബിലാലിനോട് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ, മരണത്തിലേക്കുള്ള സൂചനയാണ്. അതുപോലെ തന്നെ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഖുതില മുഹമ്മദ്, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്നാണ് ശത്രുക്കൾ പ്രചരിപ്പിച്ച ഒരു ഫോബിക് ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ആ സമയത്ത് എല്ലാ സഹാബികളും, ചില ആളുകൾ ഓടിപ്പോയി, ചില ആളുകൾ ഇരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പടയങ്കിയൊക്കെ അഴിച്ചിട്ട് താടിക്ക് കൈയെടുത്തിരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, ഉമറേ, യുദ്ധം നിർത്തിയാൽ നമ്മളൊക്കെ അപകടത്തിലാവൂലേ, നിനക്ക് എന്തു പറ്റിയോ ഉമറേ? അപ്പൊ ഉമർ പറഞ്ഞു, ഇതാ കേട്ടില്ലേ, ഖുതില മുഹമ്മദ്, പിന്നെ എന്തിനാണോ ഞാനും ഈ യുദ്ധം ചെയ്യുന്നത്? മുഹമ്മദ് കൊല്ലപ്പെട്ടാൽ പിന്നെ എന്തിനാണ് ഞാനും നീയും യുദ്ധം ചെയ്യുന്നത്? അപ്പൊ അനസ് ബിൻ നദർ പറയാൻ, മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ട് ഞാനും നീയും എന്തിനാണ് ഉമറെ ജീവിച്ചിരിക്കുന്നത്? ആ ഒരൊറ്റ സംസാരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പടയങ്കി അണിഞ്ഞു, വീണ്ടും യുദ്ധം ചെയ്തു. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിന മുഹമ്മദുൻ ഖൈറു മൻ യംശി അലൽ ഖദമി. ലോകത്ത് ഇങ്ങനെ പാദം കുത്തി നടക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖൈറുമൻ യംശി അലൽ ഖദമി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിലെ എല്ലാ ഭാവനകളിലും ഇമാജിനേഷനിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. മരണശേഷം എല്ലാ രാത്രിയും ഞാൻ ഞെട്ടി ഉണരും. റസൂലുള്ളാഹിനെ കണ്ടിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലിനെ കാണാൻ, കാരണം 12ാമത്തെ വയസ്സ് റസൂലിനെ കൈപിടിച്ച കുട്ടിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബിയെ കണ്ടാ പിന്നെ കരയും, ഉറക്കത്തിൽ അങ്ങനെയാണ്, കരയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ജീവിതമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യം. മലയാളം സർവകലാശാലയിൽ ജാതി അൺടച്ചബിലിറ്റിയുടെ പേരിൽ പുറത്ത് കുടില് കെട്ടി സമരം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് പറയാനും പറ്റും, ബിലാലും മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ശരീരത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ബിലാലിന് ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ എന്നെ ഉപദ്രവിച്ചവനെ പോലെയാണ്, ബിലാലിന് ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചവനെ പോലെയാണ്. അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മുഷ്ത്, ചീർപ്പിന്റെ പല്ലുകളെ പോലെ മനുഷ്യൻ സമന്മാരാണ്. ഇത് പറയാൻ ആളില്ലാത്ത കൊണ്ടാണ് അമ്മ മരിച്ച അടുക്കള കുഴിച്ച് മറമാടേണ്ടി വരുന്ന 10,000-കണക്കിന് ദളിതർ ഈ രാജ്യത്തുണ്ട്. ഡോക്ടറേറ്റ് നേടിയിട്ട് സയന്റിസ്റ്റ് ആവാൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ രോഹിത് വെമുല ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയത് എന്താണ്? എന്റെ ജന്മം പോലും അബദ്ധമാണ്, ജന്മം പോലും അബദ്ധമാണ്. കിനാവുകൾക്ക് വേലിയില്ലാത്ത, മതിലില്ലാത്ത ലോകത്തേക്ക് ഞാൻ യാത്ര പോവാണ്. അത്തരം മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചിട്ട് ബിലാലും മിന്നി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇക്വാലിറ്റി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു പാർട്ടിയുടെ പ്രസിഡന്റ് വന്നിട്ട് അയാൾ പ്രസംഗിച്ചു പോയ സ്ഥലം വെള്ളം ഒഴിച്ച് ശുദ്ധീകരിച്ച അസമത്വത്തിന്റെ അടയാളങ്ങൾ പ്രകടമായ കാലഘട്ടത്തിൽ ചേർത്തു പിടിക്കുന്ന ഒരു രാഷ്ട്രീയത്തെയും ചേർത്തു പിടിക്കുന്ന ഒരു സമൂഹത്തെയും ലോകത്തിന് ആവശ്യമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ അങ്ങേ നാം കാരുണ്യവുമായിട്ട് നിയോഗിച്ചു എന്നല്ല അല്ലാഹു പറഞ്ഞ, കാരുണ്യം മാത്രമായി നിയോഗിച്ചു എന്നതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അങ്ങേ നാം കാരുണ്യമായി മാത്രം നിയോഗിച്ചു എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അടുത്ത് സത്യൻ അന്തിക്കാട് വന്ന ഒരു സംഭവമുണ്ട്. സത്യൻ അന്തിക്കാട് പറയാൻ, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് താമസിച്ച് പിറ്റേ ദിവസം യാത്ര പോകുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനോട് യാത്ര ചോദിച്ചിറങ്ങുമ്പോ ബഷീർ പറയാൻ, അന്തിക്കാട് പോകുമ്പോ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നീ സലാം പറയണം, അവനോട് അന്വേഷണം പറയണം. ഞാൻ അറിയാത്ത ഒരു സുഹൃത്ത്, അതും സുൽത്താൻ, സാഹിത്യത്തിന്റെ മലയാളത്തിന്റെ സുൽത്താൻ എൻ്റെ നാട്ടിൽ ആരാണ്? അത് ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഒരു കാലത്ത് പുസ്തകം തലച്ചുമടായി പോയിട്ട് പൈപ്പിന്ന് വെള്ളം കുടിച്ച് സുഖമായി ഉറങ്ങിയ ഒരു ആൽമരമുണ്ട്, ആ ആൽമരമാണ് എൻ്റെ സുഹൃത്ത്, അവനോട് സലാം പറയണം. നടക്കുന്ന വഴിയിൽ എല്ലാ മരങ്ങളോടും മുഹമ്മദ് മുസ്തഫ സലാം പറയാറുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ.
കാരുണ്യം. അതുകൊണ്ട് ലോകത്ത് കരുണ പറ്റിയൊരു ലോകത്ത് പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രചാരകരായി ജീവിതത്തിന്റെ ഓരോ അടിയിലും പ്രവാചക സുന്നത്തിനെ ഇത്തിബാഴ് ചെയ്ത് അവിടത്തോടുള്ള സ്നേഹം മാത്രം നെഞ്ചിൻ കൂടിൽ സൂക്ഷിച്ച് ജീവിക്കാനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. പടച്ച റബ്ബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ, സ്ഖലിതങ്ങൾ, വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധി സ്നേഹിക്കുവാനും അവിടുത്തെ ജീവിതത്തെ അനുധാവനം ചെയ്യുവാനും ആ ജീവിതത്തെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള താക്കത്ത്, അതിനുള്ള കഴിവ്, ശേഷി നമുക്കും ഉമ്മത്ത് മുസ്ലിമക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് യാത്ര പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, സഹപ്രവർത്തകർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലും ഖൈറിലും റാഹത്തിലുമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അനേകം നമ്മുടെ സഹോദരന്മാർ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്ക് അതിജീവനം, വിമോചനം, കൺകുളിർമയുള്ള വിജയം എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും പടച്ച റബ്ബിന്റെ കാരുണ്യത്തിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകളിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أبرز علينا الصبر وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم يا ذا الجلال والإكرام. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.